നമ്മുടെയൊക്കെ ഡയറ്റ് കയ്യിൽ നിന്ന് പോണേ എവിടെയാണെന്നറിയാമോ? ചിലർ പറയല്ലേ എൻ്റെ ഡയറ്റ് ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് എടുത്ത് വരുമായിരുന്നില്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി 1 വീക്ക് കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഞാൻ ടൂറ് പോയപ്പോഴത്തേക്കും നാട്ടിൽ പോയപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി. ഈ കയ്യിൽ നിന്ന് പോയി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കമൻറ്റിലൂടെ പറയണം. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഏകദേശം ഉദ്ദേശം വെച്ചിട്ട് നമ്മളിപ്പം ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കും, ഇപ്പം ഓവർനൈറ്റ് ചിലപ്പോൾ ഫുഡ് എടുക്കും. പക്ഷേ അത് നമ്മളിപ്പോൾ എന്ത് കഴിച്ചാലും നമ്മൾ എടുക്കുന്ന കലോറി അതിപ്പം നമുക്ക് 1200 1400 കലോറി മതി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്. അത് ഒരു 3-4-5 ഇരട്ടിയൊക്കെ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഫാറ്റിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഡെയിലി ഒരു കുറച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിലും കൂടുതലല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം കഴിച്ചെന്നും പറഞ്ഞ് നമുക്കതിന് മാത്രം വെയിറ്റ് കൂടും. പിന്നെ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാത്രിയൊക്കെ അത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന ആരൊക്കെയാണെന്നറിയാമോ? രാത്രിയൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ആരൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിച്ചിട്ട് രാവിലെ കയറി അല്ലെ തിന്ന ഉടനെ ചിലപ്പോൾ വെയിറ്റ് നോക്കുന്നവരുണ്ടാവും, വെള്ളം കുടിച്ചിട്ട് വെയിറ്റ് നോക്കുന്നവരുണ്ടാവും. നമ്മുടെ ഉറക്കം, നമ്മുടെ വെള്ളം കുടി, നമ്മുടെ മൈൻഡ് സെറ്റിങ്, നമ്മുടെ ഓവറോൾ നമുക്ക് വരുന്ന ചെറിയ ചെറിയ മാനസികമായ കാര്യങ്ങൾ പോലും നമ്മുടെ വെയിറ്റ് ലോസിനെ ബാധിക്കും. നമ്മളെല്ലാം കറക്റ്റായിട്ട് ചിലർ പറയും ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഒന്നും കഴിക്കാറില്ല പക്ഷേ എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ കഴിക്കാതിരുന്നാലും ചിലപ്പോൾ നമ്മുടെ ഉറക്കം കുറവായിരിക്കും. പിന്നെ എന്തുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള ഒരൊറ്റ ചിന്ത മനസ്സിൽ. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയത്തില്ല. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ 1-2 കിലോ കുറഞ്ഞാൽ മതി, ചിലപ്പോൾ അതും കുറയത്തില്ല. പക്ഷേ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ആദ്യം അതിന് ചെയ്യേണ്ട കാര്യം ഇഞ്ചസ് അളന്ന് വെക്കുക. അപ്പോൾ അതിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം നമ്മളൊന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഒന്നും കൂടത്തില്ല. കറക്റ്റായിട്ട് കുറഞ്ഞ അളവിൽ അത് എടുക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അത് ആ ഒരു കാര്യം നമുക്ക് കൺട്രോൾ ചെയ്തു പോകാം. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഡിസ്ക് ബൾജിങ് ആണ്, ഡിസ്ക് പ്രശ്നമാണ്, മുട്ടിന് വേദനയാണ്. നമുക്ക് ഡിസ്കിന് വിള്ളലുണ്ടാകുന്നത് വയറ് വലുത് നമ്മൾ ഡെലിവറിയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാം നമ്മൾ 2 മക്കളെ തന്നുകൊണ്ടാണ് അല്ലെങ്കിൽ 3 മക്കളെ തന്നുകൊണ്ടാണ് നമുക്ക് ഈ വയറുണ്ടായതെന്ന്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മക്കൾ തന്നെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കി എന്തേ ഉമ്മിക്ക് ഇത് ചെയ്തുകൂടായിരുന്നു, അമ്മയുടെ ഇഷ്ടത്തിന് നടന്നുകൂടായിരുന്ന എന്നൊരു ചോദ്യം വരരുത് ഒരിക്കലും. അപ്പം വയറ് കുറയാനായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാത്രമേ കുറയത്തുള്ളൂ. ഈ വയറ് വലുതാകുന്നതിനനുസരിച്ച് വിള്ളലുണ്ടാകും, നമ്മുടെ അകൽച്ച ഉണ്ടാകും ഡിസ്കിന്. അങ്ങനെയാണ് നടുവിന് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. വർക്കൗട്ടും കൂടെ കുറച്ച് ഒരു 45 മിനിറ്റ് നടത്തുമെങ്കിലും സെലക്ട് ചെയ്യും. ഓവർ വെയിറ്റ് ഉള്ളവർക്ക് നമുക്കൊരിക്കലും ഹെവി വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നടത്തും നമ്മുടെ ബോഡി ഒന്ന് വിയർക്കുന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്ന കുറച്ച് കലോറി നമുക്ക് നമ്മുടെ ശരീരം വർക്കൗട്ടിലൂടെ പോകണം. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാം.